ഹലോ ഗൈസ്, വീഡിയോ ബോട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ട് എങ്ങനെ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്ന ഒരു വലിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതൊരു ഓട്സിൻ്റെ ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു. ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിലൊരു വട്ടം വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു കപ്പാണ് എടുത്തിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പസും എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളൊരു വട്ടം ട്രേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് പെന്ന് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് വെട്ടി കൊടുക്കാം. ഇങ്ങനെ രണ്ടെണ്ണം നമ്മൾ വെട്ടി അപ്പുറത്തും ഇപ്പുറത്തും വെട്ടിയാലും മതി. രണ്ട് പീസ് വേണം നമുക്ക്. ഇതിൻ്റെ പാനൻ്റെ മാർക്ക് പോകാനായിട്ട് ഞാൻ കുറച്ച് പെർഫ്യൂം അടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ടീഷർട്ട് കൊടുക്കുമ്പോൾ ആ പാനൻ്റെ മാർക്കൊക്കെ പോയിക്കോളും. ലെൻസ് ക്ലിയർ ആയിരിക്കണം, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ലെൻസിൻ്റെ രണ്ടറ്റം കൂടി ഒട്ടിച്ച് വെക്കണം. ഞാൻ അതിനായിട്ട് ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ പിന്നെ നമുക്ക് ആ രണ്ടറ്റം ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ ആ പശ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഹോട്ട് ഗ്ലൂ തന്നെ വേണമെന്നില്ല. സൂപ്പർ ഗ്ലൂ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഞാനിവിടെ ഒരു സോൾഡറിങ് അയണാണ്. ഇത് ഈ ബോട്ടിലിൻ്റെ രണ്ട് അറ്റം ഉരുക്കി കൊടുക്കാനാണ്. ഇവിടെ ഒന്ന് നമ്മൾ ഗ്ലൂ ഉപയോഗിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ വെള്ളം നിറക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അപ്പോൾ ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ സോൾഡറിങ് അയൺ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സോൾഡറിങ് അയൺ ഇല്ലെങ്കിൽ സ്പൂണോ കത്തിയോ എന്ത് ചൂടാക്കിയിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ബാക്കിയുള്ള ഭാഗം മൊത്തം ചൂടാക്കിയിട്ടുണ്ട്. ആ ഹോട്ട് ഗ്ലൂ ഒട്ടിച്ച ഭാഗം മാത്രം ചൂടാക്കിയിട്ടില്ല. അതെന്തിനാന്ന് വെച്ചാൽ ആ ഹോട്ട് ഗ്ലൂവിൻ്റെ ആ ഉണങ്ങിയ ഗ്ലൂ നമ്മൾ പറിച്ചെടുത്താൽ അവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ വെള്ളം നിറക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഹോള് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ വെള്ളം നിറക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം നിറച്ചാൽ മാത്രമാണ് നമുക്ക് ഇതൊരു മാഗ്നിഫൈൻ്റെ ലെൻസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ നടക്കുകയുള്ളൂ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചപ്പോൾ തന്നെ കാണാം മാഗ്നിഫിക്കേഷൻ ഏറെക്കുറെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗം കൂടി ഒന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ലെൻസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ മോൾ ഭാഗം കൂടി ഉരുക്കി കൊടുത്ത് അപ്പോൾ നമ്മളുടെ ലെൻസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് കാണാം മാഗ്നിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാക്കണ്ടില്ലേ, ഡേറ്റും MRP ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലെൻസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബോഡി വർക്കിലോട്ട് പോവാം. ഞാനിവിടെ കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ നെക്കിലൂടെ നമ്മളൊരു വട്ടം വരച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത കപ്പ് ഉണ്ടല്ലോ, ആ കപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കോമ്പസാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതേ അളവിൽ തന്നെ വട്ടം വരച്ചാൽ മതി. അത് ഇതിൻ്റെ ഉള്ളിൽ വരച്ചാൽ എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ രണ്ട് കഷ്ണം വെട്ടിയെടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ ലെൻസിന് വേണ്ടിയിട്ടൊരു കേസിങ് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഒരു കേസിങ് വെച്ചാൽ നമ്മൾ ബോഡിയിലോട്ട് ഒട്ടിക്കുമ്പോൾ ഈ ലെൻസ് പുറത്ത് പോരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ കേസിങ്ങിന് വലിയ പെർഫെക്ഷൻ വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു വട്ടം ഇങ്ങനെ വെട്ടിയിട്ട് രണ്ട് സൈഡിൽ ഒട്ടിച്ചാൽ മതി. ഇനി നമ്മൾ ആ ലെൻസ് കേസ് എടുത്തിട്ട് ഒരു വട്ടം വരച്ചെടുത്തിട്ട് നമുക്ക് ഹാൻഡിൽ വരച്ചെടുക്കാം. അങ്ങനെയാണ് നമ്മൾ ബോഡി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാൻഡിൽ എക്സ്റ്റേണലായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അതായത് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് വരച്ച് വെട്ടുന്നത്. ഇങ്ങനത്തെ രണ്ട് കഷ്ണം വെട്ടാൻ നമുക്ക്. ഇനി നമുക്ക് ഈ കേസിങ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
കേസിന് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ മറ്റേ സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബോഡി വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ള ഗ്യാപ്പിൻ്റെ അവിടെയൊക്കെ നമ്മൾ കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ ബോഡിക്ക് കുറച്ച് ടഫ്നെസ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ സൂപ്പർ ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ കണ്ണിലൊന്നും പോകാതെ നോക്കണം. ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ സൂപ്പർ ഗ്ലൂ വെച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ബോഡിക്ക് ഒരു ടഫ്നെസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ മാഗ്നിഫൈങ് ലെൻസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാഗ്നിഫൈങ് ലെൻസിന്മേ നോക്കിയാൽ കാണാം അതിൻ്റെ ലെൻസിന് കുറേ വരകൾ. ഇത് നമ്മൾ ബോട്ടിൽ സെലക്ട് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ബോട്ടിൽ നന്നായിട്ട് സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ സെലക്ട് ചെയ്താൽ മാഗ്നിഫൈങ് ഗ്ലാസ്സിന് കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.